അല്ലെന്റെ മോളെ എന്റെ കയ്യിൽ കിടന്ന വള എന്തിയേ? അത് കെട്ടിയവനായിട്ട് ഡിവോഴ്സ് ആയപ്പോ അതങ്ങ് ഊരി കൊടുത്താ? പിന്നല്ലാതെ നമ്മൾ എന്തായാലും അവരുടെ കൂടെ ജീവിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ എന്തിനാ മറ്റു വള? മാത്രമല്ല ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം വേണ്ടാന്ന് കൂടെ ഞാൻ പറഞ്ഞു. ഹലോ, കേൾക്കുമ്പോൾ വിരളമായി തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഈ അടുത്ത് സുപ്രീം കോടതിയിൽ നടന്ന ഒരു സംഭവമാണിത്. അതായത് വേർപിരിയുന്ന ദാമ്പത്യ ബന്ധങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ അതിനെല്ലാം വിപരീതമായി സുപ്രീം കോടതിയിൽ ഈ അടുത്തൊരു കേസ് നടന്നു. ഇന്ന് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്താലോ? സംഭവം മറ്റൊന്നുമല്ല, ഒരു ഭാര്യയും ഭർത്താവും പരസ്പര സമ്മതത്തോടെ തങ്ങളുടെ വിവാഹബന്ധം വേർപിരിയാൻ തീരുമാനിച്ചു. എന്നാൽ അതിനോടനുബന്ധിച്ച് യാതൊരു രീതിയിലുള്ള അലിമണികളും അതുപോലെ തന്നെ സാമ്പത്തിക സഹായം വേണ്ടെന്ന് അവിടെ ഭാര്യ പറയുകയും ചെയ്തു. ഇതൊന്നുമല്ല അവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന കാര്യം. അതായത് വിവാഹ സമയത്ത് ഭർത്താവിന്റെ അമ്മ സമ്മാനമായി നൽകിയ വളകളും കൂടെ ഭാര്യ തിരിച്ചേൽപ്പിച്ചിട്ടാണ് ഈ വിവാഹ ബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞത്. ഇവിടെ കോടതി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു സമീപനം എക്കാലത്തെയും അമ്പരപ്പിക്കുന്ന ഒന്നാണെന്നും മാത്രമല്ല ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്നും കൂടിയായിരുന്നു. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് നല്ലൊരു ജീവിതത്തിന് കഴിയട്ടെ എന്നുകൂടെ പറഞ്ഞ് കോടതി ഇത് അവസാനിപ്പിച്ചു. സംഭവം ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നതെന്നല്ലേ? അതായത് അലിമണി എന്ന പേരിൽ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി തന്നെ ഇരിക്കുക. അപ്പൊ എനിവേ, കൂൾ ഗുരു, ശുക്രിയ.